കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തേൻ നെല്ലിക്കേൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് പല കടകളിലും ഇത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ പല കടകളിലെന്ന് പറയുമ്പോൾ നമുക്കത് പ്രിസർവേറ്റീവ്സ് ചേർന്നിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നെല്ലിക്കയിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ തേനിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കഴിക്കുന്നത് വളരെ നല്ലതാണ്. കരളിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ നമ്മുടെ ഹൃദയാരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വീട്ടിൽ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്ക സാധാരണ എടുക്കുമ്പോൾ നമ്മൾ വലിയ നെല്ലിക്ക എടുക്കരുത് കേട്ടോ. സാധാരണ നാടൻ നെല്ലിക്ക ഉണ്ടാവില്ലേ, കുറച്ച് ചെറിയ സൈസിലുള്ള, അതായിരിക്കും കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അത് കിട്ടുമെങ്കിൽ അതന്നെ എടുക്കുക. ഇനിയിപ്പോൾ തീരെ നിവൃത്തിയില്ലാതെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ആ വലിയ സൈസിലുള്ള നെല്ലിക്ക നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 10 മിനിറ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെല്ലിക്കയിൽ എന്തെങ്കിലും മരുന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വിഷങ്ങളോ പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും. അപ്പോൾ ഒരു ഇളം ചൂടുള്ള വെള്ളം കേട്ടോ നമ്മളിതിൽ ഒഴിക്കുന്നത്. സാധാരണ വെള്ളം ഒഴിക്കേണ്ട, ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ അത് ഏകദേശം ഒരു 10 മിനിറ്റ് മുതൽ നമുക്കൊരു അരമണിക്കൂർ വരെ വെക്കാം. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാനുള്ള കുപ്പി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ കുപ്പി കുറച്ച് വലിയ സൈസിലുള്ള കുപ്പിയാണ്, ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഞാനിത് ഇതുപോലുള്ള കുപ്പി എടുക്കുന്നത് നല്ലപോലെ കഴുകി ഉണക്കി തുടച്ച കുപ്പിയാണ് കേട്ടോ ഉപയോഗിക്കാൻ. ഒരു വെള്ളപ്പറ്റി പോലും പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മളെ തേനിലേക്ക് പെട്ടെന്ന് മോശമായി പോകുക. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ തന്നെ നല്ലപോലെ കഴുകിയിട്ട് പിന്നെ ഒരു 2-3 വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം. ഗ്യാസ്, അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ദിവസേന ഓരോ സ്പൂണ് കഴിക്കുന്നത് നല്ലതാണ്, ഈ തേനെല്ലിക്കേൻ്റെ വെള്ളം. അപ്പോൾ നമ്മൾ നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതൊരു അരിപ്പയിലേക്ക് അതിൻ്റെ ഒരു വെള്ളം ഉണ്ടെങ്കിൽ അത് ഊറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചില ആൾക്കാർ ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കുന്ന കാണാറുണ്ട്. 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്തിട്ട് ചെയ്യുന്ന കാണാറുണ്ട്. അതിനേക്കാളും കൂടുതൽ നമുക്ക് നല്ല ഗുണങ്ങൾ കിട്ടണമെങ്കിൽ ഇതുപോലെ പച്ചക്ക് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതിന് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വെള്ളപ്പറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഒരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കോട്ടൺ വെച്ചിട്ടോ ഒന്ന് തുടച്ചെടുക്കാം. വെള്ളപ്പറ്റുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ മോശമായി പോകും. അതുകൊണ്ട് നല്ലോണം ഇത് തുടച്ചെടുത്തിട്ട് വേണം നമ്മളിത് ആ ഒരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കാൻ. പിന്നെ അതുപോലെ തന്നെ അമിതവണ്ണമുള്ളവർക്ക് തടി കുറക്കാനൊക്കെ ഇത് വളരെ നല്ലതാണ്. പിന്നെ നമ്മളെ ചർമ്മത്തിൻ്റെ തിളക്കത്തിന് അതുപോലെ മുടീൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നെല്ലിക്ക എന്ന് പറയുന്നത് തന്നെ നമ്മളെ സ്കിന്നിനും മുടിക്കൊക്കെ വളരെ നല്ലതാണ് നല്ലൊരു കാര്യം. അതുപോലെ കൊളസ്ട്രോൾ കുറക്കാനും നമ്മളെ BP കുറക്കാനും ഒക്കെ ഇത് ദിവസേന ഓരോ സ്പൂൺ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ആ ഒരു നമ്മൾ വെക്കുന്ന പാത്രവും നല്ലപോലെ വെള്ളം തുടച്ചിട്ട് നല്ല ഉണങ്ങിയ പാത്രമായിരിക്കണേ. ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് ഉണങ്ങിയ ആ ഒരു കുപ്പിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചില ആൾക്കാർ തേനും അതുപോലെ ശർക്കരേൻ്റെ പാനിയും ചേർത്തിട്ട് ഒഴിക്കുന്ന കാണാറുണ്ട്. അപ്പോൾ രണ്ടും വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചേർക്കാം. പക്ഷേ തേൻ നെല്ലിക്ക എന്ന് പറയുമ്പം ഡയറക്റ്റ് നമ്മൾ തേന് മാത്രമേ ഇതിലേക്ക് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ഒരു ശർക്കരേൻ്റെ പൊടി ചേർക്കാറുണ്ട്, ചിലപ്പോൾ ശർക്കര പാനി ചേർക്കാറുണ്ട്. പക്ഷേങ്കിൽ ഞാൻ അതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ തേൻ നെല്ലിക്ക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പ്യുവറായിട്ടുള്ള തേൻ തന്നെ എടുക്കണം കേട്ടോ. നല്ല 100% നാച്ചുറൽ ആയിട്ടുള്ള തേൻ തന്നെ എടുത്തിട്ട് നമ്മളിത് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ നമുക്ക് ഗുണമായിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇനി ഇതിപ്പോൾ ലാസ്റ്റ് നമ്മൾ ഏകദേശം ഒരു 45 ദിവസം വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കുപ്പിയിൽ മുങ്ങുന്ന വിധത്തിലുള്ള തേന് നമുക്ക് അത്യാവശ്യമായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തേന് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ തേനൊക്കെ ഈ ഒരു നെല്ലിക്കയിലേക്ക് അങ്ങ് ഒഴിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ എനിക്ക് തേന് കറക്റ്റായിട്ട് അളവ് മതിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇട്ട് വെക്കുമ്പോൾ ഉണ്ടാവുക. പക്ഷേ നെല്ലിക്ക എന്ന് പറയുമ്പോൾ അവർ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു വെള്ളത്തിന് മേലെ ആയാലും ഇങ്ങനെ പൊങ്ങി നിൽക്കും മേലെയുള്ള ഭാഗങ്ങൾ. അപ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നാലും നോക്കുക, പൂപ്പ് വരാൻ ചാൻസ് ഉണ്ട്. മുഴുവനായിട്ടും ഇത് മുങ്ങി നിൽക്കുന്ന വിധത്തിൽ തന്നെ നിങ്ങൾ ചെയ്യാം. എന്തായാലും ആ ഒരു നെല്ലിക്ക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, മേലെ ആ ഒരു തേനും കൂടി ഒരു മിക്സായിട്ട് തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇതാവുമൊന്നുമില്ല കേട്ടോ, പൂപ്പ് വരുമൊന്നുമില്ല. അത് പൂപ്പ് വരാണ്ടിരിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ വേറെ ചെയ്യുന്ന കാര്യം, നല്ല അത്രയും എന്താ പറയണ്ടേ ഭദ്രമായിട്ട് വേണം നമ്മളിത് വെക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു കോട്ടൺ തുണി, അതായത് വെള്ളപ്പറ്റൊന്നുമില്ലാത്ത കോട്ടൺ തുണി ഉപയോഗിച്ച് ഞാൻ ഇത് നല്ലോണം കെട്ടി വെക്കുക ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ പണ്ടത്തെ അമ്മമാരൊക്കെ ഉപ്പിലിടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ, മാങ്ങയോ അതുപോലെ നാരങ്ങയൊക്കെ ഉപ്പിലിടുന്നത് ഇതുപോലെയല്ലേ പൂപ്പൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നത്. അതുപോലെ നമ്മളിങ്ങനെ തുണി വെച്ചിട്ടൊന്ന് കെട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ മൂടി നല്ല ടൈറ്റായിട്ട് തന്നെ ഇട്ടിട്ട് ഇരുട്ടുള്ള സ്ഥലത്താണ് വെക്കുന്നത്. ഏതെങ്കിലും ഒരു കബോർഡിലോ നമ്മൾ അധികം അങ്ങനെ യൂസ് ചെയ്യാത്ത വെളിച്ചൊന്നും കാണാത്ത സ്ഥലത്ത് അങ്ങനെ വെക്കുക. പണ്ടൊക്കെ നമ്മൾ കട്ടിൻ്റെ അടിയിലും അങ്ങനെയൊക്കെ അല്ലേ വെക്കാറ്. അതുപോലെ അങ്ങനെ അധികം വെളിച്ചമില്ലാത്ത കുറച്ച് ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ദിവസം എന്ന് പറയുന്നത് 45 ദിവസമാണ്. 45 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഭാഗം നിങ്ങളെ കാണിക്കാൻ ഞാൻ വിട്ടുപോയി. പിന്നെ അതുപോലെ 45 ദിവസം കഴിഞ്ഞാൽ ആ ഒരു ദിവസം തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. അതിന് എത്ര മാസം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. 2-3 മാസം നമുക്കിത് വെക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇത് ഇരിക്കും തോറും ഇതിൻ്റെ സത്ത് അതിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ട് കൂടുതൽ ഗുണം കൂടെയുള്ളേ.
അപ്പോൾ ഇതാ കുറച്ച് ഭാഗം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളിത് കാണിക്കുന്നുണ്ട്. നെല്ലിക്ക എന്ന് പറയുന്നത് ഇങ്ങനെ ചുക്കി ചുളിഞ്ഞിട്ടാണ് ഉണ്ടാകുക. അതുപോലെ തന്നെ ഈ നെല്ലിക്ക നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ നമ്മൾ ഇത് വേവിക്കാണ്ട് ഇട്ടത് കൊണ്ട് തന്നെ ഈ നെല്ലിക്കക്ക് നല്ലൊരു ചവർപ്പ് ഉണ്ടാകും. പിന്നെ നല്ലോണം അങ്ങനെ ചീഞ്ഞ പോലൊന്നും ഉണ്ടാവില്ല. ഈ ഒരു വെള്ളമാണ് കേട്ടോ നമുക്ക് വേണ്ടുന്നത്. നെല്ലിക്കൻ്റെ സത്തൊക്കെ അടങ്ങിയിരിക്കുന്ന ഈ ഒരു വെള്ളമാണ് നമ്മൾ ഡെയിലി ഓരോ സ്പൂൺ വെച്ചിട്ട് കഴിക്കേണ്ടത്. അത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നെല്ലിക്ക വേവിച്ചിട്ട് നെല്ലിക്ക ആണെങ്കിൽ അതായത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നല്ലോണം ഇങ്ങനെ അലിഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ കഷ്ണം ഇങ്ങനെ വേർപെട്ട പോലെ ഉണ്ടാകും. പക്ഷേ ഇത് ഞാൻ ഡയറക്റ്റ് പച്ചയായിട്ട് ഇട്ടതുകൊണ്ട് കുറച്ച് ഹാർഡായിട്ടുള്ളത്. അതുപോലെ ഈ നെല്ലിക്ക കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് കഴിക്കാൻ പറ്റുന്നവർക്ക് കഴിക്കാൻ. കുറച്ച് ചവർപ്പുണ്ടാകും, കുറച്ച് ഹാർഡായി നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സകല ഗുണങ്ങളും ഈ ഒരു വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. ഇത് തീർന്നവർ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മളത് കഴിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇടയ്ക്കിടെ തണുപ്പ് പിടിക്കുന്ന ആൾക്കാർക്ക്, അസുഖങ്ങൾ വരുന്ന അലർജി ഉള്ളവർക്കൊക്കെ ഇത് കൊടുക്കുന്നത് വളരെ നല്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്